എന്നിട്ട് തിരിച്ച് ലോഡും പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കും. എനിക്ക് വലിയ ഇഷ്ടമായി വണ്ടി ഒന്ന് ഓടിക്കാൻ. ഞാൻ എടുക്കായിരുന്നു അതിന്റെ സീതല്ല അപ്പോഴത്തെ ഇതിനകത്ത് കിട്ടിയത്. ഞാൻ എല്ലാം ചെയ്യുമ്പോൾ അവിടെ കാർ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അവൻ സ്ഥിരം അവന് ആദ്യം സ്വന്തമായിട്ട് ട്രാക്ടർ ഉണ്ടായിരുന്നു, ട്രെയിലർ കഴിഞ്ഞിട്ട്. അപ്പം ട്രാക്ടർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ട്രാക്ടർ എടുത്തിട്ട് ഇവിടുന്ന് ലോഡ് എടുത്ത് കാലിഫോർണിയ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അവൻ ഡബിൾ ഡ്രൈവറാണ്. അവര് മാറി മാറി ഓടിച്ചങ്ങ് പോകും. ചിലത് ഭാര്യയും ഭർത്താവും ഉണ്ട്. ഇവൻ ഭാരതം വെച്ചിട്ട് ഇവര് ഒരു ട്രിപ്പ് വരുമ്പോൾ 400 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര മണിക്കൂർ ഇവരിവിടുന്ന് നോൺ സ്റ്റോപ്പ് അങ്ങ് വെച്ച് താങ്ങും. എത്ര മണിക്കൂർ? എനിക്ക് വേണം 42 മണിക്കൂർ മറ്റേ സ്ട്രെയിറ്റ് 42 പോയിട്ട് വരുമ്പോൾ $400. ഒരു വൺ വേ ഉണ്ട് അത്ര 48 മണിക്കൂർ. അല്ല ഒരു റൗണ്ട് ട്രിപ്പ് പോയി വരുമ്പോ $400. അത് നഷ്ടമല്ലേ? അതിന് 2 ഡ്രൈവേഴ്സിന് ഇവന് 400 കിട്ടും, മറ്റൊരു 400 കിട്ടും. 2 ഡ്രൈവേഴ്സല്ലേ പോകുന്നത്. 4 മണിക്കൂറിന് 10 രൂപ നഷ്ടമല്ലേ? അല്ലല്ല വേറെ തന്നെ അല്ലല്ല. അതോട്ടെ ലോക്കൽ ഇവിടെ സജി, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ കൊണ്ടുവരുന്ന സാധനത്തിന്റെ വില നോക്കി. ഇവൻ ഇവിടുന്ന് ട്രക്ക് കയറി ഇവൻ ഡ്രൈവ് ചെയ്ത് ഇവൻ ചില 50-50 വരെ ഓടിക്കുന്നേ. ഇവൻ പകുതി അവര് മാറി മാറി 3-4 മണിക്കൂർ മാറി മാറി ഓടിച്ചോണ്ടിരിക്കും. ആ കാലിഫോർണിയ കൊണ്ട് അവിടെ കൊണ്ടാണല്ലോ. അല്ലേ സജി ചോദിച്ചത് ചോദ്യം ശരിയാണ്. പക്ഷെ ആ സാധാരണ 3 ലൈസൻസ് ഒക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നതാണ്. ഡ്രൈവറിന് 26 50 സെന്റ് അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത്. അത് ലോക്കൽ ഡ്രൈവിംഗ് ഉണ്ട്. പിന്നെ ലോങ് റൂട്ടിലൊക്കെ പോകുമ്പോൾ അവർക്ക് 48 മണിക്കൂർ ഓടിക്കുമ്പോൾ 26 മണിക്കൂർ ഓടിക്കും. അപ്പൊ എന്തുകൊണ്ട് 24 അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും 48 മണിക്കൂർ ആയില്ലേ? അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലേ സജി, അവര് അല്ലല്ല അവര് 20 ദിവസം വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ 400 പറഞ്ഞാല് $400